ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ സെൽഫ് വർക്കിംഗ് അല്ലാതെയാണ് വന്നത്. വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആവില്ല, കിക്കർ അടിച്ചാലേ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി നോക്കുമ്പോൾ ബാറ്ററി ചാർജ് തീരെ കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഡെഡായിട്ട് കാണിക്കാം. അതായത് ഈ ഇവിടെ ചുവന്ന സിമ്പിളാണ് കാണിച്ചത്, ചുവന്ന ലൈറ്റാണ് പോയ ബാറ്ററി ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ എന്ന് വെച്ചാൽ അത് നമുക്ക് വോൾട്ട് വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ഒരു വാല്യൂസാണത്. അപ്പോൾ നമ്മൾ ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ്, 2022 ബാറ്ററിയാണ്. ഇതാണ് അതിൻ്റെ ബാറ്ററി നമ്പർ വരാം. അപ്പോൾ അതും പ്രകാരം നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തു. ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13.23 വോൾട്ട് ഉണ്ട്. ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് നിർത്തിയാണ് ബാറ്ററിയാണ്, അതുകൊണ്ടാണ് അത്രയും കയറി വന്നത് കേട്ടോ. 12.80 12.9 ആ റേഞ്ചിലേക്കാണ് സാധാരണ വരാറ്. ഇതിപ്പോൾ ശരിക്കും ഫുൾ ചാർജ് ചെയ്ത് ഇറക്കിയതുകൊണ്ടാണ് ആ വാല്യൂസ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളത് നോർമൽ 12-13 വോൾട്ടിൻ്റെ താഴേക്ക് വരും, കാരണം അത് പതുക്കെ കുറയുള്ളത്. ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻസ് ഉണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കും. ഇതിനകത്ത് ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് അല്ല, നമുക്ക് ആ ബാറ്ററി ചാർജ് കുറവ് കാണിച്ചും സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചും ബാറ്ററിയുടെ കംപ്ലയിൻ്റ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. അതായത് ബ്രേക്ക് ഇപ്പോൾ ബാക്ക് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റിട്ടേൺ പോകാത്തൊരു കണ്ടീഷനുണ്ട്. അത് കേബിളിൻ്റെയാണ്. അത് ഞാൻ അഴിച്ച് നോക്കിയിട്ട് അത് ഏത് കേബിളാണ് അതിൻ്റെ ഡാമേജ് കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പറയാം. ആ ബ്രേക്ക് ഇങ്ങനെ അപ്ലൈ ആയി നിൽക്കുന്ന സമയത്ത് ബാക്കിലേക്ക് വന്ന ലൈറ്റ് കൂടുതൽ വോൾട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുക ബാറ്ററി കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം കേബിളിൻ്റെ ആണ് അത് കൺഫേം ചെയ്തിട്ട് ഏത് കേബിളാണ് അതിൻ്റെ ഡാമേജ് എന്ന ദിവസം നോക്കിയിട്ട് പറയാം. അപ്പോൾ ആ വണ്ടിമേൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് കൂടി ചെക്ക് ചെയ്ത് തരാം. നിലവിൽ അങ്ങനെ വേറെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല. ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് പെടുത്താം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. നിലവിൽ ബാറ്ററിക്ക് ഇരിക്കുന്ന നമ്മുടെ ഇരുന്ന വണ്ടി ഇരുന്ന ബാറ്ററിക്ക് വേറെ കംപ്ലയിൻറ്റ് ഇല്ല. ചാർജ് ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വെച്ചിട്ടുണ്ട്. ബാറ്ററി ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചേർന്നതാണ്. അതിന് ശേഷം നമ്മളതിൻ്റെ ബാറ്ററി വോൾട്ട് വണ്ടിമേൽ നിന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ആ ടോപ്പപ്പ് ആവുന്ന വോൾട്ട് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് വരണം. ഒരു 14.5 വരെ വന്നാലും മതി. 14.5 വോൾട്ട് ആയാലും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഐഡലിങ്ങിൽ തന്നെ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതല്ലാതെ കൊണ്ട് തന്നെ നിലവിൽ നമുക്കത് 14.5 വോൾട്ടിലേക്ക് ടോപ്പപ്പ് ആവണുണ്ട്. ഇപ്പം നിലവിൽ ബാറ്ററിയുടെ ചാർജിങ് സിസ്റ്റത്തിനും കംപ്ലയിൻ്റ് ഇല്ല, ബാറ്ററിക്കും കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കുമായി ബന്ധപ്പെട്ട കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ലോഡായി നിൽക്കുന്നുണ്ടെന്ന്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ബാക്ക് ബ്രേക്കിൻ്റെ കേബിള് നമ്മളിപ്പോൾ ബ്രേക്ക് അങ്ങോട്ടേക്ക് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ ആയിട്ട് പോരണില്ല. കാരണം ഇന്നർ അതിൻ്റെ ഉള്ളിൽ ടൈറ്റായി പോയേക്കാണ്. അതായത് ബാക്കിലത് ഈ വന്ന ബ്രേക്ക് കേബിൾ കേട്ടോ. ഈ ബ്രേക്ക് കേബിൾ അതിൻ്റെ ഉള്ളിൽ ഈ ഔട്ടറിൻ്റെ ഉള്ളിൽ ഇന്നർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കും. ഇതാണ് അതിൻ്റെ ബ്രേക്ക് സ്വിച്ച്. അത് ക്ലോസ് ആവില്ല. ആ ക്ലോസ് ആവാതെ കൊണ്ട് വരുമ്പോൾ ആ ലൈറ്റ് ഫുൾ ടൈം തെളിഞ്ഞ് നിൽക്കും. അങ്ങനെ ബാറ്ററി ഡിസ്ചാർജ് ആവും. അത് പെട്ടെന്ന് വന്നേണ്ട കേസായിരിക്കില്ല, അത് പതുക്കെ ആയിരിക്കുള്ളൂ. ഒരു ദിവസം കൊണ്ടൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ ആ കേബിൾ മാറ്റിയിടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്യണുണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് ആ വണ്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. നിലവിൽ ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമുക്ക് സെൽഫ് കംപ്ലയിൻറ്റിലേക്ക് കാണിച്ചത്. അത് ബാറ്ററി ഡിസ്ചാർജ് ആക്കിയത് കേട്ടോ. അപ്പോൾ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രേക്ക് കേബിളും ബാറ്ററി ചാർജിങ്ങും എല്ലാം അടക്കം നമുക്ക് ബ്രേക്ക് കേബിൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ലേബർ ചാർജ് അടക്കം നോക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ വർക്ക് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ.